സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടും. ക്ലാസ് കാണാൻ വേണ്ടി നിങ്ങൾ പ്ലേലിസ്റ്റാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസ് ഓരോ ക്ലാസ്സും അതിൻ്റെ ടോപ്പിക് വൈസും കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഗ്രേഡ് 10 ലെസൺ 1 എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും കാണാൻ പറ്റും. Welcome to my channel. So today we are going to deal with our next state of matter, that is liquid. Already we have discussed about solid in detail. Solids നെ പറ്റി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നന്നായി പഠിച്ചിട്ടുണ്ട്. ഇന്ന് പഠിക്കാനുള്ള അതിലേറെ സിമ്പിൾ ആയിട്ടുള്ള ലിക്വിഡ്സിനെ പറ്റിയിട്ടാണ്. സോ ഡെയിലി ലൈഫിൽ നമ്മൾ ലിക്വിഡ്സിനെ കാണുന്നില്ലേ? കാണുന്നുണ്ട്. വാട്ടർ ഡെയിലി, അതില്ലാതെ നമുക്ക് ലൈഫ് ഇല്ല അല്ലേ? സോ വാട്ടർ ഇറ്റ്സ് എ ലിക്വിഡ്. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൊല്യൂഷൻ സ്റ്റേറ്റിൽ ഇങ്ങനെ ഒഴുകണ സാധനങ്ങളൊക്കെ അല്ലേ? ബ്ലഡ് ഇറ്റ്സ് എ ലിക്വിഡ്. മിൽക്ക് ഇസ് എ ലിക്വിഡ്. അപ്പം നമ്മൾ നമ്മുടെ ചുറ്റും എടുത്ത് നോക്കിയാൽ നമുക്ക് ലിക്വിഡ്സ് പലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ലിക്വിഡ്സിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവുക, അതിൻ്റെ പാർട്ടിക്കിൾസ് എങ്ങനെയുണ്ട്, അവരെങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഒരു കുഞ്ഞ് ആക്ടിവിറ്റിയാണ്. ഇതൊന്നും ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഡെയിലി ചെയ്യണ കാര്യങ്ങളാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു കണ്ടെയ്നർ ഉണ്ട്, ഒരു 50 ml ഉള്ള. നിങ്ങൾ ബോട്ടിലൊക്കെ വെള്ളം വാങ്ങുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മുടെ ഇപ്പോൾ ബോട്ടിൽസിലൊക്കെ അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടല്ലേ 1 ലിറ്റർ ബോട്ടിൽ, 50 അല്ലെ 500 ml ബോട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. ഇനി ഈവൻ നമ്മളെ കോഫ് സിറപ്പ്, നമ്മൾ കുടിക്കുന്ന കുറേ ലിക്വിഡ് ആയിട്ടുള്ള മരുന്നുകളുടെയൊക്കെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും 25 ml അല്ലേ? അത് ആ എമൗണ്ട്, അതിൽ എത്ര ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ അതുപോലെ ഒരു 50 ml ബോട്ടിൽ എടുത്ത് അതിൽ ഞാൻ നിറച്ച് വെള്ളം എടുത്തു കേട്ടോ. 50 ml ബോട്ടിലിൽ എടുത്തു. എന്നിട്ട് ഞാനത് വേറൊരു കുഞ്ഞ് ബോട്ടിലേക്ക്, ഓൾമോസ്റ്റ് ഒരു 25 ml ബോട്ടിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണ്. ഈ 50 ml വെള്ളം ഞാൻ 25 ml ബോട്ടിലേക്ക് മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? 25 ml വെള്ളം അതിൽ കൊണ്ടിട്ട് ബാക്കിയുള്ളതൊക്കെ എവിടെ പോവും? താഴെ പോവും അല്ലേ? അപ്പോൾ അതെന്താ കാണിക്കുന്നത്? അതായത് ആ ലിക്വിഡിന് ഒക്യുപ്പൈ ചെയ്യാൻ ഡെഫിനറ്റ് ആയിട്ടൊരു വോളിയം വേണം. അല്ലാതെ 50 ml വെള്ളം എടുത്തിട്ട് അത് 25 ml കൊള്ളും. ഏത് എത്ര? ഒരു 25 ml. ബാക്കിയുള്ളത് 25 ml താഴെ പോയി പോകും. സോ അതെന്താ നമുക്ക് കാണിച്ചു തരുന്ന ആ ഒരു ആക്ടിവിറ്റി? ദറ്റ് വാട്ടർ റിക്വയർസ്, അല്ലെങ്കിൽ ലിക്വിഡ്സ് റിക്വയർസ് എ സ്പെസിഫിക് വോളിയം. അവർക്ക് ഒക്യുപ്പൈ ചെയ്യാൻ നല്ലൊരു വോളിയം തന്നെ വേണം. കറക്റ്റായിട്ട് ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു വോളിയം, വെറുതെ ഒരു വോളിയം പോരാ, അവർക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു വോളിയം തന്നെ ഉണ്ട്. ഇനി ഇതേപോലെ തന്നെ ഞാൻ ഈ 50 ml വെള്ളം ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിലേക്ക് മാറ്റുകയാണ്. 1 ലിറ്ററിൻ്റെ ബോട്ടിലേക്ക്. അപ്പോൾ എന്ത് പറ്റും? ഈ ബോട്ടിലിൻ്റെ 50 ml, അതായത് 1 ലിറ്റർ, അതായത് ആ ഒരു ബോട്ടിലിൻ്റെ 1 ലിറ്ററിൻ്റെ ഒരു 50 ml അത് നിറഞ്ഞു കിടക്കും അല്ലേ? എത്ര? 50 ml ഫില്ലായിട്ട് ബാക്കി സ്പേസ് എന്താ എടുക്കണ്ടാവും? വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോഴും നമുക്ക് വീണ്ടും മനസ്സിലായി അതായത് ലിക്വിഡ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ലിക്വിഡ്സിന് ഒരു ഡെഫിനറ്റ് ആയിട്ടൊരു വോളിയം ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഏത് ഷേപ്പുള്ള പാത്രത്തിലേക്ക് മാറ്റിയാലും 50 ml ഉള്ളത് 50 ml തന്നെ, അല്ലാതെ പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് അത് 10 ml 25 ഒന്നും ആവില്ല. നമ്മൾ എടുക്കുന്ന ലിക്വിഡിന് കൃത്യമായിട്ടുള്ളൊരു വോളിയം ഉണ്ട്. അതുതന്നെയാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ദ ലിക്വിഡ്സ് ഹാവ് എ ഡെഫിനിറ്റ് വോളിയം. ലിക്വിഡ്സ് ഹാവ് എ ഡെഫിനിറ്റ് വോളിയം. അത് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. എന്താണ്? ലിക്വിഡ്സ് ഹാവ് എ ഡെഫിനിറ്റ് വോളിയം. അവർക്ക് കൃത്യമായിട്ടുള്ളൊരു വോളിയം ഉണ്ട്. അവർക്ക് കൃത്യമായിട്ട് ഇത്ര ml എന്ന് പറഞ്ഞാൽ ഇത്ര ml തന്നെയാണ്. അതിൽ കൂടിയാൽ അത് താഴെ പോവും, കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി സ്പേസ് വേക്കൻ്റ് ആയിട്ട് നിൽക്കും. ഇനി അടുത്ത പോയിന്റ് എന്താണ്? ഇവർക്ക് ഷേപ്പ് ഉണ്ടോ? സോളിഡിന് ഞാൻ പറഞ്ഞു ദേ ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് അല്ലേ? നമ്മൾ അയേൺ എടുത്തു, നെയിൽ എടുത്തു ഒക്കെ നോക്കിയപ്പോൾ അതിൽക്കൊരു ഷേപ്പ് ഉണ്ട്. ഇവർക്ക് ഷേപ്പ് ഉണ്ടോ? ഇപ്പം ഞാൻ നല്ല റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ആയിട്ടുള്ള 50 ml നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലേറ്റ് പോലത്തെ ഒരു വെസൽ എടുത്തു, അത് 50 ml. രണ്ടിലൊഴിച്ചാലും ലിക്വിഡ് എങ്ങനെ നിൽക്കും? ഏതാണോ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് അതിൽ നിൽക്കും അല്ലേ? സോ ദേ ഡോണ്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്. നോ ഡെഫിനിറ്റ് ഷേപ്പ് അല്ലേ? അവർക്ക് എന്തില്ല? കറക്റ്റായിട്ടുള്ളൊരു ഷേപ്പ് ഇല്ല. അപ്പം നമ്മൾ 2 പോയിന്റ് കിട്ടി. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുഞ്ഞു മുതൽ അറിയുന്ന കാര്യമാണ്. ഇനി നമ്മൾ ഈ പാർട്ടിക്കിൾസിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ഈ ഒരു പിക്ചർ മാത്രം മനസ്സിൽ വിചാരിക്കാം. ഇത് ഒരു കണ്ടെയ്നറാണ്, അതിൽ ലിക്വിഡ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഈ ലിക്വിഡ്സ് എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മാറ്റർ എന്ന് പറഞ്ഞാൽ കുറേ കുഞ്ഞു പാർട്ടിക്കിൾസ് കൂടെ ഉണ്ടാക്കിയതാണ്.
അപ്പോൾ ഈ ലിക്വിഡിൻ്റെ ഉള്ളിൽ കുറേ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ സീറോ പോലെ കാണിക്കുന്നൊക്കെ എന്താണ്? പാർട്ടിക്കിൾസ് ആണ്. പല പാർട്ടിക്കിൾസും ഉണ്ട്. ഇനി ഈ പാർട്ടിക്കിൾസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞില്ലേ ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറും. ഷേപ്പ് മാറുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പാർട്ടിക്കിൾസ് തമ്മിൽ അത്ര ക്ലോസ് ആയിട്ടുള്ള ബോണ്ടിങ് ഒന്നുമല്ല. അവരിൽ തമ്മിൽ സ്പേസ് ഉള്ളത് കൊണ്ട് അവർക്ക് ഇങ്ങനെ ഷേപ്പൊക്കെ ഒന്ന് മാറ്റാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് ഒരു പോയിന്റും കൂടെ കിട്ടി. ദർ ഇസ് ഇന്റർമോളിക്യൂളാർ സ്പേസ്. എന്താ പറയുക? ഇന്റർ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ. ഇന്റർമോളിക്യൂളാർ സ്പേസ്. എന്തുണ്ട്? മോളിക്യൂൾസിൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ട്. സോ ദ ഫസ്റ്റ് പോയിന്റ്, ദർ ഇസ് intermolecular space between the molecules compared to solids. നമ്മൾ സോളിഡ്സ് അല്ലേ പഠിച്ച്? സോളിഡ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർമോളിക്യുലാർ സ്പേസ് തീരെയില്ല, വളരെ നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ടാണ് ഇപ്പം സ്ക്വയർ ആയിട്ടുള്ളൊരു വുഡൻ പീസ് എടുത്തിട്ട് ഞാൻ ഒരു ലെങ്ത് ആയിട്ടുള്ളൊരു ഇതിൻ്റെ ഉള്ളിലിടാൻ ശ്രമിച്ചാൽ അത് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അതിന് അതിൻ്റേതായ ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. പക്ഷെ ഇവരങ്ങനെയില്ല. ഞാൻ ഏത് കണ്ടെയ്നറിലേക്ക് മാറ്റിക്കോ അത് ആ ഷേപ്പ് ഒക്കെ വരും. എന്തുകൊണ്ടാണ്? ദർ ഈസ് ഇന്റർമോളിക്യുലാർ സ്പേസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾ. ദർ ഈസ് ഇന്റർമോളിക്യുലാർ സ്പേസ് എന്ന് പറഞ്ഞാൽ മതി. ഇനി അടുത്തത് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇവരെ ഡിഫ്യൂഷൻ എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ? എന്താ ഡിഫ്യൂഷൻ? അതായത് രണ്ട് സ്റ്റേറ്റ്സിലുള്ള മാറ്ററിന്, അതായത് ഇറ്റ്സ് ഓൺ ദേ ക്യാൻ കമ്പൈൻ ടുഗെദർ, അല്ലെങ്കിൽ ദേ വിൽ ഡിഫ്യൂസ് ഈച്ച് അതർ. രണ്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലുള്ള മാറ്ററിന് ആരും ഒരു ഹെൽപ്പും ഇല്ലാതെ അവർക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡിഫ്യൂഷൻ. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവർ ഡിഫ്യൂഷൻ നോക്കുമ്പം നമുക്കറിയാം ലിക്വിഡ്സ്. ഇപ്പം നമ്മൾ പഠിക്കുന്ന ലിക്വിഡിലല്ലേ? ലിക്വിഡ്സിൽ ഇത് ലിക്വിഡ് ആണെങ്കിൽ എന്തെങ്കിലും വെള്ളമാവട്ടെ, ഇതിൽ സോളിഡ്സിന് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ലിക്വിഡും ഡിഫ്യൂസ് ആവും. ഗ്യാസും ലിക്വിഡും ഡിഫ്യൂസ് ആവുമോ? എല്ലാം നമ്മൾ ഡെയിലി ലൈഫ് കാണുന്ന എക്സാമ്പിളാണ്. നമ്മൾ ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഉപ്പിട്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത്, നമ്മളൊന്നും ചെയ്യേണ്ട, ഒരു മിക്സിങ് ഒന്നും ചെയ്യാതെ തന്നെ വി ക്യാൻ ഫീൽ ആ സോൾട്ടിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ എന്താ നടക്കുന്നത്? ടു സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ജസ്റ്റ് ദേ ആർ ഇന്റർമിക്സിങ് ടുഗെദർ അല്ലേ? അപ്പോൾ അവിടെ എന്താ? ഡിഫ്യൂഷൻ നടന്നു. ഇനി കുറച്ച് ഡെറ്റോളോ അല്ലെങ്കിൽ കുറച്ച് ഇങ്കോ എടുത്ത് ലിക്വിഡിൽ ഇട്ടോളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ എന്താവും? അവിടെ ഇന്റർമിക്സിങ് നടക്കും. അപ്പോൾ ഡിഫ്യൂഷൻ ഉണ്ട്. ഇനി ഗ്യാസിൻ്റെ ഡിഫ്യൂഷൻ നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ അല്ലേ, സോഡ അല്ലെങ്കിൽ കൊക്കക്കോള, അതൊക്കെ എന്താ? കാർബണേറ്റഡ് അല്ലേ? നമ്മളത് തുറക്കുമ്പം ഗ്യാസ് പുറത്തേക്ക് വരുന്നുണ്ടോ? എന്താ അത്? ഗ്യാസ് അതിലേക്ക്, അതായത് അതിലേക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ഹൈ പ്രഷറിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കിട്ടുന്നത്. അതിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഹൈ പ്രഷറിൽ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക, എന്നിട്ട് അത് അടച്ചു വെക്കും. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? അവിടെ ഇൻറ്റർമിക്സിങ് നടക്കുന്നുണ്ട്. അത് നമ്മൾ വലിയ കാര്യമായിട്ടൊക്കെ ചെയ്യുന്നത്. ഇനി അതിലും സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വെള്ളത്തിൽ നമ്മുടെ ഫിഷൊക്കെ എങ്ങനെയാണ് ജീവിക്കണേ? ഹൗ ദേ ആർ സർവൈവിങ് ദേ? ബിക്കോസ് ദേ നീഡ്, എല്ലാ ഓർഗാനിസംസിനും ലിവിങ് തിങ്സ് ആണ്, ദേ നീഡ് ഓക്സിജൻ ടു ബ്രീത്ത് അല്ലേ? അവർക്ക് ശ്വസിക്കാൻ ഓക്സിജൻ വേണം. ആ ഓക്സിജൻ അക്വാറ്റിക് ഓർഗാനിസംസ്, അക്വാറ്റിക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ള ഓർഗാനിസംസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? വെള്ളത്തിൽ നിന്ന്. വെള്ളത്തിൽ എങ്ങനെയാണ് ഓക്സിജൻ ഉള്ളത്? ഓക്സിജൻ ഇസ് മിക്സ്ഡ് ഇൻ വാട്ടർ. അത് നമ്മൾ ചെയ്യുന്നൊന്നുമില്ല, ഓട്ടോമാറ്റിക്കലി നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഓക്സിജനാണ് അക്വാറ്റിക് പ്ലാന്റ്സ് ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും ഒക്കെ. പ്ലാന്റ്സ് ആകുമ്പോൾ ദേ നീഡ് എന്താ നമുക്കറിയാം? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഗ്യാസുകളും വെള്ളത്തിൽ മിക്സ് ആയിട്ടാണ് ഈ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് സർവൈവ് ചെയ്യുന്നത്. സോ ദർ ഒക്കേഴ്സ് എ ഡിഫ്യൂഷൻ. കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ? ഡിഫ്യൂഷൻ ആണ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഇന്റർമിക്സിങ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ടു ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് അല്ലേ? ഇന്റർമിക്സിങ് ഓഫ് ടു പാർട്ടിക്കിൾസ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലുള്ള പാർട്ടിക്കിൾ മിക്സ് ചെയ്യുമ്പോഴാണ് ഡിഫ്യൂഷൻ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ പഠിച്ച. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ലിക്വിഡ്സിൽ സോളിഡ്സിന് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും, ലിക്വിഡ്സിൽ തന്നെ ലിക്വിഡ്സിന് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും, ലിക്വിഡ്സിൽ തന്നെ ഗ്യാസസിൽ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ദ ഡിഫ്യൂഷൻ ഓഫ് ലിക്വിഡ് ആൻഡ് ലിക്വിഡ് ഇസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ലിക്വിഡ് ആൻഡ് സോളിഡ്. അതായത് ലിക്വിഡ് ഡിഫ്യൂസ് ചെയ്യുന്ന ടെൻഡൻസിയാണ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ലിക്വിഡിൽ സോളിഡ് ഡിസോൾവ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. That is, the rate of diffusion of liquid is higher than that of the rate of diffusion of
സോളിഡ് ഇൻ ലിക്വിഡ്. റേറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ലിക്വിഡ് ഡിസോൾവ് ചെയ്യുന്നതിനാണ് കൂടുതൽ സ്പീഡ്, ബെറ്റർ ദാൻ ദാറ്റ് ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. എന്തുകൊണ്ടാണ്? അതിന് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഒരു ആക്ടിവിറ്റി ഇത് തന്നെയാണ്. അതായത് ലിക്വിഡ് മോളിക്യൂൾസിൽ ഞാൻ പറഞ്ഞു എന്ത് സ്പേസ് ഉണ്ട് അല്ലേ. സോളിഡ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ പാർട്ടിക്കിൾസ് നല്ല ക്ലോസ്ലി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അവർ തമ്മിൽ സ്പേസ് ഇല്ല. അപ്പം ഈ സ്പേസ് തന്നെയാണ് റീസൺ. അതായത് ലിക്വിഡും മിക്സ് ചെയ്യുമ്പം ഈ ഇൻറ്റർ മോളിക്യുലർ സ്പേസിൽ കയറിയിട്ട് ബാക്കിയുള്ള മോളിക്യൂൾസിനൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റും. രണ്ടാൾക്കാരെ മിക്സ് ചെയ്യുമ്പോൾ ഗ്യാപ്പ് ഉണ്ട്, സോ ദേ ക്യാൻ ഈസിലി മിക്സ് ടുഗെദർ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ലിക്വിഡിൽ സ്പേസ് ഉണ്ടെങ്കിലും സോളിഡ് മോളിക്യൂൾസിന് എന്തില്ല? Compared to liquid, there is no much space between the molecule. So the diffusion is very difficult. In the case of difficult എന്നല്ല, ഈസിലി റേറ്റ് കൂടുതൽ നടക്കില്ല എന്നല്ല നമ്മൾ പറയുന്നത്. റേറ്റ് എപ്പോഴും കൂടുതൽ ലിക്വിഡുമാണ് compared to liquid and solid. Why? This is because in liquid molecule there is large number of vacant spaces between the molecule. So they can easily mix together. Whereas in the case of solid, the intermolecular space is less. So the mixing in solid with liquid is lesser in rate compared to liquid and liquid. സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ ഒരു പിക്ചറൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്, നമുക്ക് എന്ത് കാര്യം എഴുതാൻ പറ്റും. അപ്പോൾ ലിക്വിഡ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ലിക്വിഡ്സിൽ നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞു, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ പറഞ്ഞു ലിക്വിഡ്സിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ബട്ട് ദേ ഡോണ്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് ഒന്നുമില്ല, അവർക്ക് ആരത് വേണമെങ്കിലും എടുക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു ദേ ഹാവ് ഇന്റർമോളിക്യുലാർ സ്പേസ് ബിറ്റ്വീൻ ദം. ഈ ഇന്റർമോളിക്യുലാർ സ്പേസ് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് പറയാം അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനും കുറവാണ് അല്ലേ. അട്രാക്ഷൻ കൂടുതലാണെങ്കിൽ ദ മോളിക്യൂൾസ് വിൽ ബി മോർ ക്ലോസ് ടു ഈച്ച് അതർ. സോ നമുക്ക് ഒരു പോയിന്റും കൂടെ ഇവിടെ പറയാം. ദ ഇന്റർമോളിക്യുലാർ ഫോഴ്സ് ഇസ് ലെസ് ഓർ വീക്ക് എന്ന് പറയാം. ഇന്റർമോളിക്യുലാർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വീക്കാണ്. എന്തുകൊണ്ടാണ്? മോളിക്യൂൾസ് തമ്മിൽ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട്, സ്പേസ് ഉള്ളത് നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ദർ ഇസ് വീക്ക് ഇന്റർമോളിക്യുലാർ ഫോഴ്സ്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ആണ്. ഡിഫ്യൂഷൻ നമുക്കറിയാം, ഇന്റർമിക്സിങ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ സോളിഡ്സ് ക്യാൻ ഡിഫ്യൂസ് ഇൻ ലിക്വിഡ് ഓർ സോളിഡ് ലിക്വിഡ് ആൻഡ് ലിക്വിഡ് ഗ്യാസ് ക്യാൻ ഡിഫ്യൂസ് ഈച്ച് അതർ. And compared to solids and liquid diffusion has a greater, or the rate of diffusion is greater than that of solid and liquid. Why? In liquid molecule there is large intermolecular space between them. On mixing they can easily, avara aa oru space il they can easily fill in the space, so the rate is more, the diffusion rate is more than that of solid in liquid. കാര്യം മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് ലിക്വിഡ് സ്റ്റേറ്റിൽ പറയാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ആരായിരിക്കും? വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗേഷ്യസ് സ്റ്റേറ്റ്. അപ്പോൾ ഗേഷ്യസ് സ്റ്റേറ്റിൽ നമ്മളിപ്പോൾ രണ്ട് സ്റ്റേറ്റും പഠിച്ചതിൻ്റെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ ഗേഷ്യസ് സ്റ്റേറ്റ്. അപ്പോൾ ഗ്യാസസ് കാണുന്നുണ്ടോ ചുറ്റും? നമ്മൾ കാണുന്നില്ല, ബട്ട് വി ആർ ഫീലിംഗ് അല്ലേ? ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ കഴിഞ്ഞു. നമ്മൾ എടുക്കുന്നത് എന്താ? ഓക്സിജൻ. വി ആർ ലീവിങ് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. ഇറ്റ്സ് എ ഗ്യാസ്. നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. ഇനി ഗ്യാസുള്ള വേറൊരു സാധനമാണ് നമ്മുടെ വീട്ടിലെ LPG ഗ്യാസ് സ്റ്റൗ ഇല്ലേ. അപ്പോൾ അതിങ്ങനെ ബേണർ ഓൺ ചെയ്യുമ്പം എന്താ പുറത്തേക്ക് വരുന്നത്? ഗ്യാസ്. നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. അപ്പം ഡെയിലി ലൈഫിൽ നമ്മൾക്ക് ഗ്യാസ് വേണം, എല്ലാം വേണം ഇപ്പോൾ അല്ലേ. സോളിഡ് വേണം, ലിക്വിഡ് വേണം, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള തിങ്സും വേണം. സോ ഗ്യാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണോ? അല്ല, നൈട്രജൻ ഉണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാസസ് ആർ സറൗണ്ടിങ് അസ്, ബട്ട് വി കാൺട്ട് സീ ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട് ഇതേപോലത്തെ ഒരു സിറിഞ്ച് എടുക്കാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇത്. ഈ സിറിഞ്ചിൻ്റെ ഈ ഭാഗത്തെയാണ് നമ്മൾ പിസ്റ്റൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ആക്ടിവിറ്റിയും ഒന്നും ഇതിൽ കാണിക്കുന്നുണ്ട്, അതൊക്കെ സിമ്പിളാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ പിസ്റ്റൺ ഇങ്ങനെ പിന്നിലേക്ക് വലിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഉണ്ടെന്ന്? ആർക്കും ഫീൽ ചെയ്യില്ല അല്ലേ? ഫീൽ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളിതിങ്ങനെ വെച്ചിട്ട് നിങ്ങളുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കൂ. ഇതിങ്ങനെ നമുക്കിങ്ങനെ ഗ്യാസ് ഫീൽ ചെയ്യാം. ഇവിടെ ഒരു കാറ്റ് ഫീൽ ചെയ്യും. അതുതന്നെയാണ് ഈ ഗ്യാസ് അല്ലേ. അപ്പം നമ്മുടെ ചുറ്റുമുള്ള ഗ്യാസ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം നമ്മളിതാ ഇങ്ങനെ അടിക്കുമ്പോൾ വി ക്യാൻ ഫീൽ ദാറ്റ് നമ്മൾ ആ ഗ്യാസിനെ പുറത്തേക്ക് പ്രഷർ കൊടുത്തിട്ട് പുറത്തേക്ക് വിടുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ഫീൽ ചെയ്തു? ആ ഗ്യാസ്, ആ ഒരു കാറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. സോ വി ക്യാൻ സീ ദാറ്റ് നമ്മുടെ ചുറ്റും ഗ്യാസസ് ഉണ്ടെന്നൊക്കെ പറയാം.
അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ആക്ടിവിറ്റി ഉണ്ട്, ടേക്ക് 3 ഇതുപോലത്തെ 3 സിറിഞ്ചസ് എടുക്കുക, ഇതുപോലത്തെ നല്ല ഇത് സിറിഞ്ച് എടുക്കുക. ആൻഡ് ഇതിൽ ഒന്നിൽ നമ്മൾ കുറച്ച് വെള്ളം ഫില്ല് ചെയ്യുക, ഒന്നിൽ കുറച്ച് ചോക്ക് പീസ് ഫില്ല് ചെയ്യുക, തേർഡിൽ നമ്മൾ ഇതിങ്ങനെ തന്നെ വെക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ നോസിൽ ഈ ഒരു ഹോൾ കണ്ടില്ലേ, ഇതൊന്ന് ക്ലോസ് ചെയ്യുക. ആദ്യം നമ്മൾ ഗ്യാസിൻ്റെ എക്സ്പെരിമെൻറ്റ് മാത്രം ഇവിടെ ചെയ്യുന്നത്. നോസിൽ ക്ലോസ് ചെയ്തിട്ട് ഈ പിസ്റ്റണിൽ നമ്മൾ പ്രഷർ കൊടുക്കുക. അപ്പം ഞാൻ ഈ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തിയപ്പം ഞാൻ പ്രഷർ ഇവിടെ കൊടുക്കുന്നുണ്ട്, ബട്ട് നൗ ദ പിസ്റ്റൺ ഇസ് നോട്ട് മൂവിങ്. എന്തുകൊണ്ടാണ് അത്? വൈ ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്? ഞാൻ നല്ല പ്രഷർ കൊടുക്കുന്നുണ്ട്, ഞാനൊന്ന് കൈയെടുത്താൽ കാണിച്ചത് കേട്ടോ, ഗ്യാസ് പുറത്തേക്ക് വന്നു. അപ്പം ഈ ഗ്യാസ് ഞാൻ ഇത്രയും ഗ്യാസ് ഉണ്ട് ഇപ്പം ഞാൻ വലിച്ചപ്പം, ഇനി ഇതിനെ ഞാൻ നല്ലോണം ക്ലോസ് ചെയ്തിട്ട് പ്രഷർ ചെയ്തപ്പം ആ ഗ്യാസിൻ്റെ വോളിയം അങ്ങ് കുറഞ്ഞു അല്ലേ. ഇപ്പോൾ ദാ ഇനി അത് ഒന്നും ചെയ്യാനില്ല, ഇതിൻ്റെ മാക്സിമം എൻ്റെ മാക്സിമം പ്രഷർ കൊടുത്തപ്പം ഇതിൽ വോളിയം കുറഞ്ഞു. ഇതേപോലെ ഞാൻ വെള്ളം എടുത്തിട്ട് ഒന്ന് കംപ്രസ് ചെയ്യാൻ നോക്കി, ഇതിന് കംപ്രസ് ചെയ്യില്ല, പ്രഷർ കൊടുക്കുമ്പോൾ എന്താ കംപ്രസ് ചെയ്യാൻ നോക്കിയാൽ ലിറ്റിൽ ബിറ്റൊക്കെ ഒരു ചേഞ്ച് വരും. സോളിഡ് എടുത്തിട്ട് ഇതിങ്ങനെ കംപ്രസ് ചെയ്യാൻ നോക്കിയാലോ മോളിക്യൂൾസ് അത്ര പെട്ടെന്നൊന്നും കംപ്രസ് ആവില്ല അല്ലേ, ഒന്നെങ്കിൽ സിറിഞ്ച് പൊട്ടിപ്പോവും. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലാക്കാം, 3 ഡയഗ്രാം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി, വെറും സിമ്പിളായിട്ടുള്ള. ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച 3 ഡയഗ്രാം, ഈ ഒരു ഡയഗ്രാം മാത്രം നിങ്ങളുടെ മനസ്സിൽ, ഈ ഒരു ഡയഗ്രാം അല്ല, ഇങ്ങനെ ഒരു 3 ഡയഗ്രാം ഉണ്ടെങ്കിൽ വി ക്യാൻ ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ്. ഇതൊരു സോളിഡ് സാധനമാണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഉള്ളിൽ പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ, നമുക്കറിയാം എല്ലാ സബ്സ്റ്റൻസും ലാർജ് നമ്പർ ഓഫ് മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. അപ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ പാർട്ടിക്കിൾസ് ആണ്. ഇപ്പോൾ സോളിഡിലെ പാർട്ടിക്കിൾസ് ഇങ്ങനെയാണ് ഉണ്ടാവുക, ലിക്വിഡിലെ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഉണ്ടാവും. ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്യാസ് ഒരു കണ്ടെയ്നറിൽ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഓടി നടക്കും. ആൻഡ് ദേ ഹാവ് എ ലാർജ് ഇന്റർമോളിക്കുലാർ സ്പേസ് ബിറ്റ്വീൻ ദം. ഗ്യാസിൻ്റെ മോളിക്യൂൾസിൻ്റെ ഈ ഓടി നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാൻ പിന്നേക്ക് വലിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഉണ്ട്, അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇത് എന്ത് ചെയ്തിരിക്കുക, ഗ്യാസ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ പിസ്റ്റൺ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് പ്രഷർ കൊടുത്തപ്പം ആ ഗ്യാസിൻ്റെ വോളിയം കുറഞ്ഞിട്ട് അത് എവിടെ വരെ നിൽക്കുകയാണ്, ഒരു പെർട്ടിക്കുലർ ലെവലിൽ അല്ലേ. അപ്പോൾ ഇത് ഞാൻ വിടുമ്പോൾ കണ്ടോ, ഇത് ഞാൻ വിടുമ്പോൾ പതുക്കെ ഇതിവിടെ നോസിൽ ക്ലോസ് ചെയ്ത് വിടുമ്പോൾ എന്താ ഗ്യാസ് കണ്ടോ, ആ ഗ്യാസ് പിന്നോക്ക് പ്രഷർ കൊടുക്കണം. എന്തിന്? അവർക്കിങ്ങനെ ഓടി നടക്കണം. ദ പാർട്ടിക്കിൾസ് ഇൻസൈഡ് ദ ഗ്യാസ് ആർ ഫ്രീലി ടു മൂവ്. അവർക്ക് പല സ്ഥലത്ത് മൂവ് ചെയ്യാൻ പറ്റും. ആ മൂവ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ കിച്ചണിൽ ഞാൻ പറഞ്ഞല്ലോ കുക്ക് ചെയ്യണ ഫുഡിൻ്റെ സ്മെല്ല് നമുക്ക് റൂമിലിരുന്നാൽ കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് വി ആർ ഫീലിംഗ് ദറ്റ് സ്മെൽ? ബിക്കോസ് ആ ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ ഓടി നടന്നിട്ട് നമ്മുടെ റൂം വരെ എത്താനുള്ള പവർ ഉണ്ട്. അത് വിചാരിച്ചിട്ട് കിച്ചണിൽ കിടക്കുന്ന സോളിഡ് സബ്സ്റ്റൻസിന് നമ്മളെടുത്ത് വരാൻ പറ്റുന്നുണ്ടോ? ഇല്ല. വി ആർ ഗെറ്റിംഗ് ഓൺലി ദ സ്മെൽ. ദറ്റ് ഇസ് ബിക്കോസ് ദ ഗ്യാസ് മോളിക്യൂൾസ് ആർ ഈസിലി ഓർ ദേ ഹാർ ഇൻ എ കോൺസ്റ്റന്റ് റാൻഡം മോഷൻ. കണ്ടിന്യൂസ് ഇവിടെ ഇതിന് ചുറ്റും എന്നെ ചുറ്റും ഇങ്ങനെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനൊക്കെ ഓടി നടക്കുന്നുണ്ട്. വി ആർ നോട്ട് സീയിങ്. സോ ദ ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ എ കോൺസ്റ്റന്റ് റാൻഡം മോഷൻ. അവർക്ക് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടോ? നോ. ദേ ഹാവ് എ ഡെഫിനിറ്റ് വോളിയം? നോ. അവർക്കൊരു ഡെഫിനിറ്റ് ആയിട്ട് വോളിയം എന്നൊന്നും പറയാൻ പറ്റില്ല. ദേ അക്വയേഴ്സ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ ടു വിച്ച് ദേ ആർ കെപ്റ്റ്. ഏത് കണ്ടെയ്നറിലാണോ വെച്ചിരിക്കുന്നത് അതാണ് അവരുടെ വോളിയം. അല്ലാതെ അവർക്ക് അങ്ങനെ ഒരു ഡെഫിനിറ്റ് വോളിയം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ദേ ഡോണ്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്. അപ്പം അതാണ് അവരുടെ. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു ഇന്റർമോളിക്യുലാർ ഫോഴ്സ്. ഇവിടെ ഇന്റർമോളിക്യുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടോ? അട്രാക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും അടുപ്പിച്ച് വന്ന് നിൽക്കണമായിരുന്നു. സോ ദർ ഇസ് നോ ഓർ ദർ ഇസ് വെരി വീക്ക് ഇന്റർമോളിക്യുലാർ. വീക്ക് എന്ന് പറയാം, കാരണം തീരെ അട്രാക്ഷൻ ഇല്ല എന്ന് പറയേണ്ടാതിരിക്കേണ്ട നമുക്ക് വരെ. ദേ ഹാവ് എ വെരി വീക്ക് ഇന്റർമോളിക്യുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ദേ ഹാവ് ലാർജ് ഇന്റർമോളിക്യുലാർ സ്പേസ് ബിറ്റ്വീൻ ദം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ പറഞ്ഞല്ലോ നമ്മളിപ്പം ഗ്യാസിന് പ്രഷർ കൊടുത്ത വോളിയം കുറയുന്നൊക്കെ. അപ്പോൾ ഈ ഗ്യാസിന് ഹൈ പ്രഷർ കൊടുത്തിട്ട് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് നമ്മുടെ LPG ഗ്യാസ്. LPG എന്ന് പറഞ്ഞാൽ മതി. LPG എന്താ ഈ LPG? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. എന്താണത്? നമ്മൾ ഗ്യാസിന് ഹൈ പ്രഷർ കൊടുത്ത് നമ്മുടെ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ്.
നമ്മളല്ല അവർ ചെയ്യുന്നവർ. എന്നിട്ട് നമ്മൾ ആ ഗ്യാസ് സിലിണ്ടർ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നുണ്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ എന്താ വരുന്നത്? വി ആർ ഫീലിംഗ്, നമുക്ക് ആ സ്മെല്ല് കിട്ടും ഗ്യാസിൻ്റെ. സോ കംപ്രസ് ചെയ്തിട്ട് വോളിയം ഒക്കെ കുറച്ച് അതിൻ്റെ ഉള്ളിൽ കയറ്റിയിരിക്കുകയാണ് ആരെ? ഗ്യാസിന്. സോ ഇറ്റ്സ് എൻ എക്സാമ്പിൾ. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, LPG എന്ന് പറയുന്നത് ഗ്യാസ് തന്നെയാണ്. അത് എന്താ ചെയ്യുന്നത്? ഗ്യാസിനെ ഹൈ പ്രഷറിൽ ഒരു കണ്ടെയ്നർ സിലിണ്ടറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് ദാറ്റ് വി ആർ യൂസിങ് ഫോർ അവർ കുക്കിംഗ് പേർപ്പസ് എന്നൊക്കെ. പിന്നെ അതുപോലെ ഒരാളാണ് കംപ്രസ്ഡ് CNG എന്ന് കേട്ടിട്ടുണ്ടാവും. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഇത് കുറേ വെഹിക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതും അതേപോലെ തന്നെ. എന്തുകൊണ്ടാണ് ഈ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിന് ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മളെവിടെയല്ല കുറേ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്? എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ നാച്ചുറൽ ഗ്യാസിന്, അതായത് നമ്മൾക്കറിയാം ഇപ്പം ലിക്വിഡ് ആണെങ്കിലും സ്പേസ് കൂടുതൽ വേണം, പിന്നെ അതിനെ ക്യാരി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പം കമ്പയർഡ് ടു ദാറ്റ് ഇവർക്ക് എന്താ വെച്ചാൽ ലാർജ് വോളിയം കംപ്രസ് ചെയ്തിട്ട് നമുക്ക് ലാർജ് വോളിയം എടുക്കാൻ പറ്റും. നമുക്ക് ലാർജ് വോളിയം നമ്മുടെ വെഹിക്കിൾസിലാണെങ്കിലൊക്കെ നമുക്ക് അതിനെ ക്യാരി ചെയ്യാനും കൊണ്ടുപോകാനൊക്കെ പറ്റും ഈ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പം ഇപ്പോഴൊക്കെ കുറേ വെഹിക്കിൾസിലൊക്കെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ഗ്യാസസ് ആർ കംപ്രസിബിൾ. ഈ ആക്ടിവിറ്റി എന്നൊക്കെ നമുക്ക് ഗ്യാസിനെ നന്നായി കംപ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി ഇവിടെ പറയാനുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇവിടെ ഗ്യാസ് മോളിക്യൂൾസ് എന്താ സ്പെഷ്യാലിറ്റി? ദേ ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. ഞാൻ പറഞ്ഞതിന് ചുറ്റും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദേ ആർ ഓൾസോ ഈസിലി ഡിഫ്യൂസബിൾ. അവർക്ക് ഈസി ആയിട്ട് ഡിഫ്യൂസ് ചെയ്യാനും പറ്റും. ഗ്യാസസും തമ്മിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ ഉണ്ട്, നൈട്രോജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. നമുക്ക് ആരെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് ദേ ആർ ഈസിലി ഡിഫ്യൂസിബിൾ. ഇവർക്ക് ഈ ഡിഫ്യൂഷൻ പോസിബിൾ ആയതുകൊണ്ടാണ് നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്ത ഫുഡിൻ്റെ സ്മെല്ല് നമുക്ക് അവിടെ എത്തുന്നത്. കാരണം അതിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസുമായിട്ട് ഇൻറ്റർമിക്സ് ചെയ്തിട്ടാണ് വി ആർ ഗെറ്റിംഗ് ദ സ്മെൽ ഇൻസൈഡ്. നമ്മുടെ റൂമിൽ അത് കിട്ടുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ദ മോളിക്യൂൾസ് ആർ ഇൻ എ കോൺസ്റ്റൻറ്റ് റാൻഡം മോഷൻ. ഈ മോളിക്യൂൾസ് ഇങ്ങനെ റാൻഡം ആയിട്ട് ഇന്ന സ്ഥലം എന്നില്ല, ഇങ്ങനെ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു ഗ്യാസ് എങ്കിൽ അവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർ പരസ്പരം ഹിറ്റ് ചെയ്യും. ദേ കൊളൈഡ് വിത്ത് വൺ അനദർ. മോളിക്യൂൾസ് കൊളൈഡ് വിത്ത് ഒരു ക്ലാസ് റൂം എടുത്തിട്ട് അവിടെ എല്ലാവരും ഓടുകയാണ്. ഓൾ ആർ റണ്ണിങ് ഇൻ ദ ക്ലാസ് ഇൻ റാൻഡംലി. അപ്പോൾ എന്ത് പറ്റും? പരസ്പരം കുറേ ആൾക്കാർ ഹിറ്റ് ചെയ്യും. കുറേ ആൾക്കാർ നമ്മൾ കണ്ണൊന്നും നോക്കുന്നില്ല, അങ്ങ് ഓടുകയാണ്. സോ വി ആർ ഹിറ്റ് അറ്റ് ദ വാൾസ് ഓഫ് നമ്മുടെ ആ ക്ലാസ് റൂം ക്ലോസ്ഡ് ആണെങ്കിൽ കുറേ ആൾക്കാർ പോയിട്ട് വാളിൻ്റെ മുകളിൽ ഹിറ്റ് ചെയ്യും. ഇതേപോലെ തന്നെ ദ ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ എ കോൺസ്റ്റൻറ്റ് റാൻഡം മോഷൻ. ഡ്യൂറിങ് ദിയർ മൂവ്മെൻറ്റ് ദേ കൊളൈഡ് വിത്ത് വൺ അനദർ ആൻഡ് ഓൾസോ വിത്ത് ദ വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. കണ്ടെയ്നറിൻ്റെ വാളിൽ പോയിട്ടും അവർ ഹിറ്റ് ചെയ്യും. അങ്ങനെ ഹിറ്റ് ചെയ്യുമ്പം, അതായത് ദ കൊളീഷൻ ഓഫ് പാർട്ടിക്കിൾസ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ എന്ന് പറയുമ്പം നമുക്ക് പറയാൻ പറ്റും ദേ എക്സേർട്ട് എ പ്രഷർ ഓൺ ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. Or we can say that the molecules are constantly moving. The molecules of a gases are continuously moving. During their movement, they collide with one another and with the walls of the container. And this collision of the molecule with the walls of the container is known as pressure. It's known as the pressure of the gas. എന്താ പറയുക? Pressure of the gas എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? The molecules are constantly moving. And these molecules of a gases are constantly moving. During their movement, they collide with one another and with the walls of the container. And this is the collision of the gas molecule to the walls of the container is known as the pressure of the gas. Gas volume ചെയ്യുന്ന pressure എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായി. നമുക്ക് ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് ഈ സോളിഡ് ലിക്വിഡ് ഗ്യാസിനെ പറ്റി പറയാനുള്ളത്. അപ്പം ഇനിയിപ്പോൾ ലാസ്റ്റ് കൺക്ലൂഷൻ എന്താ? സോ വി ഹാവ് ടു കൺക്ലൂഡ് ഇറ്റ് ബൈ ജസ്റ്റ് ടെല്ലിംഗ് ദി ഡിഫറൻസസ് ബിറ്റ്വീൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഇവരെ മൂന്നാളെ ഡിഫറൻസ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരൊറ്റ കാര്യങ്ങളിൽ നമുക്ക് ഒതുക്കാവുന്നതേ ഉള്ളൂ. സോ ഈ ഒരു പിക്ചർ മാത്രം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ യു ക്യാൻ ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. ഫസ്റ്റ് വൺ, നമുക്ക് ഷേപ്പിനെ പറ്റിയിട്ട് പറയാം. Solids have a definite shape. Liquid does not have a definite shape. And the gases does not have a definite shape. Ini volume. Solids have a definite volume. Liquid have a definite volume. Gases does not have a definite volume. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഇന്റർമോളിക്യുലാർ സ്പേസ് ആണ്. ഇന്റർമോളിക്യുലാർ സ്പേസ് പറഞ്ഞാൽ
മോളിക്യൂൾസ് തമ്മിലുള്ള സ്പേസ്. ഈ 3 പിക്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. The intermolecular space between the solids is less. They don't have intermolecular space. ഇവർക്ക് എന്താ? They have intermolecular space. ഇവർക്ക് എന്തുണ്ട്? ലിക്വിഡ്സിന് intermolecular space. They have large intermolecular space. അല്ലേ? intermolecular space എടുക്കുമ്പോൾ സോളിഡ്സിന് ലെസ് ആണ്. ലിക്വിഡ്സ് ഹാവ് intermolecular space and the gases have large intermolecular space. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ intermolecular force. അതായത് ഇവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്. സോളിഡ്സ് ഹാവ് ലാർജ് intermolecular attractive force. നല്ല intermolecular attractive force ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഇവർ അടുപ്പിച്ച് നിൽക്കുന്നത്. ലിക്വിഡ്സിന് ഹാവ് ലെസ് intermolecular attractive force എന്ന് പറയും. ഗ്യാസസോ they have weak എന്ന് നമുക്ക് പറയാൻ പറ്റും. they have weak intermolecular attractive force between. കാരണം വീക്കാണ്, ഒരു അട്രാക്ഷൻ, അതുകൊണ്ടല്ല അവരിങ്ങനെ ഓടി നടക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫ്ലൂയിഡിറ്റി എന്ന് പറയുമ്പം നമുക്ക് പറയാൻ ഫ്ലൂയിഡിറ്റിയിൽ സോളിഡ്സ് ഫ്ലോ ചെയ്യുന്നുണ്ടോ? സോളിഡ്സ് cannot flow, does not flow നമുക്ക് പറയാം. they do not flow. liquids can flow and gases can also flow. ഇത്രയും പോയിൻറ്റ്സേ നമുക്ക് ഇത്രയും കാര്യം നമ്മൾ 2 വീഡിയോ ആയിട്ട് ചെയ്തതിൽ ആകെ ഈ ഒരു പോയിൻറ്റ്സേ പഠിക്കാനുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് പറയാനുള്ളത്? സോളിഡ്, ലിക്വിഡ്, ഈ 3 പിക്ചർ മാത്രം മനസ്സിലുണ്ടായാൽ മതി. സോളിഡ്സ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്, ലിക്വിഡ് ഡസ് നോട്ട്, ആൻഡ് ഗ്യാസസ് ഡസ് നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്. Solid have a definite volume, liquid have a definite volume, gases does not have a definite volume. Shape പറഞ്ഞു. ഇനി നമുക്ക് പറയാം intermolecular space ആണ്. സ്പേസ് പറയുമ്പോൾ they have a less space, വളരെ കുറച്ചാണ്. they have intermolecular space, they have a large intermolecular space. ഇനി intermolecular force എന്ന് പറയുമ്പം high force of attraction ആണ്. they have less and they have a very weak force of attraction. And the last come the fluidity. Fluidity പറയുമ്പോൾ solid does not flow, liquids can flow and gases can flow. അപ്പോൾ നമുക്ക് ഇത്രയേ പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള, നെക്സ്റ്റ് ഏരിയ സിമ്പിൾ തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് ഏരിയ കുറച്ചുകൂടെ നമുക്ക് ഡെപ്തിലൊക്കെ പഠിക്കേണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിക്കുക. മനസ്സിലാവാത്ത കാര്യങ്ങൾ കമൻസിലിട്ടുള്ളൂ. താങ്ക് യു.